ഇന്നത്തെ സമരത്തിനകത്ത് പോലീസിന്റെ ഇന്ന് ഇവിടെ നടത്തിയതുപോലെയുള്ള നടപടികൾക്ക് ആധാരമാകുന്ന വിധത്തിലുള്ള പ്രകോപനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സാധാരണ രീതിയിൽ നടക്കുന്ന സമരങ്ങൾ നടക്കാറുള്ളത് പോലെ തന്നെ ജലപീരങ്കി ഉണ്ടായി. അതിനുശേഷം പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമത്തിന് അനാവശ്യമായ ബലപ്രയോഗങ്ങളുണ്ടായി. ആ സമരവേദി മുതൽ ഈ പോലീസ് സ്റ്റേഷൻ വരെ പ്രവർത്തകരെ വലിച്ചഴിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകയുടെ ഈ ബലംപിടുത്തത്തിനിടയിൽ വീഴുകയും അവരുടെ കാലിൽ പോലീസ് ചവിട്ടിയതിന്റെ ഭാഗമായി അവർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലാണ്. കൗൺസിലർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ മൃഗീയമായ രീതിയിൽ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു പ്രതികരണം സ്റ്റേഷനകത്തും നടത്തേണ്ടതായി വന്നത്. ലിയാസ് ബാബു എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനെ വളരെ മൃഗീയമായ രീതിയിൽ പിടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അതിലെ വിഷയത്തിൽ ഇടപെടുന്നത്. പുറത്ത് നിന്നിരുന്ന പ്രമോദ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അയാൾ സ്റ്റേഷനകത്തേക്ക് പിടിച്ചു വലിച്ച് കയറ്റുന്നതിനിടയിൽ അയാളെ ചവിട്ടുകയും ലാത്തിക്കൊണ്ട് കുത്തുകയും ചെയ്യുന്ന ഭാഗമായി പരിക്കേൽക്കുന്ന അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇന്ന് നടത്തിയ സമരം പോലീസിനെതിരെ നടത്തിയ സമരമല്ല. ഇവിടെ ഈ ജില്ലയ്ക്കകത്ത് ഇന്ന് നടത്തിയ സമരം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ജില്ലയിലെ ബജറ്റിനെ അവഗണിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ്. ബജറ്റിൽ ഈ തൃശൂർ ജില്ലയെ പാടെ അവഗണിച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ്. 12 MLA-മാരും 2 മന്ത്രിമാരും അടക്കമുള്ള ജില്ലയ്ക്കകത്ത് അർഹമായ ഒരു പ്രാതിനിധ്യം പോലും നൽകാതെ ഈ ജില്ലയെ അവഗണിച്ചുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്നത്തെ മാർച്ചുണ്ടായത്. അപ്പോൾ ആ മാർച്ചിനെ പോലീസ് നേരിട്ട രീതിയിൽ അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത് ഈ രീതിയിൽ ഇവിടെ അവസാനിച്ചത് യൂത്ത് കോൺഗ്രസ് സംയമനം പാലിച്ചുകൊണ്ടാണ്. ആ സ്റ്റേഷനകത്ത് പോലും വേണമെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും ഒരു നിമിഷം നിയന്ത്രണം വിട്ട് പെരുമാറിയാൽ അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു കാര്യമായിട്ട് അവസാനിപ്പിക്കുമായിരുന്നു. അതുണ്ടാകാതിരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ സംയമനം പാലിച്ചുകൊണ്ടും ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അതിനകത്തുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. അതല്ലാത്ത പക്ഷം പോലീസിനെ ഭയപ്പെടുന്നവരെ പോലീസ് അങ്ങനെ ബലപ്രയോഗത്തിന് നിന്നാൽ അത് ഭയപ്പെടുന്ന ചെറുപ്പക്കാരൊന്നുമല്ല ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ സമരങ്ങളുണ്ടാകുമ്പോൾ സമരങ്ങളെ ഈ രീതിയിൽ അടിച്ചമർത്താമെന്നോ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. സമരം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലാക്കപ്പെട്ട ആളുകളിൽ നിന്ന് പരിക്കുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനുണ്ടായി. നേതാക്കന്മാർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തക അനഘ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലൈസ്ഡാണ്. അഞ്ജനയും പ്രമോദ് 2 പേര് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു ആളുകളെല്ലാം തന്നെ ഇപ്പോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങാനുണ്ടായിട്ടുള്ളത്. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുത്തി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ന് പോലീസ് എടുത്ത സമീപനം അത് വളരെ മോശപ്പെട്ട സമീപനം തന്നെയാണ്. മറ്റ് സമരപരിപാടികൾ തുടരും. ഇതിൽ പ്രതിഷേധിച്ച് ഈ രീതിയിലേക്ക് സമരം മാറ്റുകയല്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഏതൊക്കെ രീതിയിൽ പോലീസ് അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളുടെ ഫോക്കസും മാറില്ല, ഞങ്ങളുടെ ശ്രദ്ധയും മാറില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരന്തര സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തെരുവിനകത്തുണ്ടാകും. ആ സ്വർണ്ണക്കൊള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിരന്തരമായി ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കും. ഈ പോലീസുകാർ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ്ട് ഒരു 60 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുവരെയുള്ള ഒരു കാവൽ മന്ത്രിസഭയാണ് ഇവിടെ ഉള്ളത്. ആ കാവൽ മന്ത്രിസഭയുടെ കാലം കഴിയും. ഇപ്പോൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും MP ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആദ്യഘട്ടത്തിൽ കടന്നു വന്നപ്പോൾ സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ പോലും പോലീസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൈവച്ച് തടയുന്ന ആളുകളിൽ ഈ നേതാക്കന്മാരെ കൈവച്ച് സല്യൂട്ട് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പോലീസുകാർക്ക് ചില ചിന്തകൾ മാറി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. വരും ദിവസങ്ങൾ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.